അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ ലാസ്റ്റ് വന്ന ജനഗണമനയിൽ പോലും അദ്ദേഹത്തിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ചുകൂടെ നല്ല പെർഫോമൻസിന് സാധ്യത നല്ലപോലെ കിട്ടിയത് അതിഥിക്ക് തന്നെയാണ്. ഇപ്പോൾ മുൻപാരോ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോസഫിനേക്കാൾ ഒരു പടി മുൻപിൽ നിൽക്കുന്ന ഒരു സിനിമയാണെന്ന്. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിത് വീണ്ടും പുതിയൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പത്താം വളവ് എന്ന സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ വന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് ഇതൊരു ത്രില്ലർ മൂവിയാണെന്നുള്ളത്. എന്തായാലും ടീസറും ട്രെയിലറിനും ഒക്കെ അത്യാവശ്യം നല്ല ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു. ജോസഫ് എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായകൻ പത്മകുമാറിന്റെ ഒരു ത്രില്ലർ സിനിമ കൂടിയാണെന്ന് കേൾക്കുമ്പോൾ എന്തായാലും പ്രതീക്ഷകൾ വാനോളം. ഒപ്പം നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയ്ക്ക് ശേഷം അഭിലാഷ് പിള്ള എന്ന എഴുത്തുകാരന്റെ ഒരു സിനിമ കൂടിയാണ് പത്താം വളവ്. ജനഗണമനയിൽ കണ്ട സുരാജേട്ടനെ നമുക്ക് പത്താം വളവിൽ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം ഇന്ദ്രജിത്ത് സുകുമാരൻ, അതിഥി രവി, കൺമണി, അജ്മൽ അമീർ, രാജേഷ് ശർമ്മ, സോഹൻ സീനുലാൽ, ജയകൃഷ്ണൻ, അങ്ങനെ തുടങ്ങി നല്ല ഒരു താരനിര കൂടിയുള്ള ഒരു സിനിമയാണ് രഞ്ജന സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫാമിലി ഇമോഷണൽ ത്രില്ലറാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് പല ആൾക്കാർക്കും നല്ലതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കഥ. എന്നാൽ ആ ചെറിയ കഥയിൽ എങ്ങനെയൊക്കെ കുറച്ച് ത്രില്ലർ എലമെൻറ്റ്സ് കൂട്ടാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഒരു കഥ നടക്കുന്നത് ഒരൊറ്റ ദിവസത്തെ മോർണിംഗ് ടു ഈവനിങ് വരേക്കുമുള്ള ഒരു സംഭവത്തിലാണ് ഇതിനകത്തുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ആണെങ്കിലും സുരാജേട്ടൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഒപ്പം അതിഥിയുടെ പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും എടുത്തു പറയേണ്ട ചില കാര്യങ്ങളാണ്. വളരെ വ്യക്തമായ ഒരു എഴുത്താണ് സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. എന്നാൽ നല്ല ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് സിനിമയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു സബ്ജക്റ്റ് നമ്മൾ പലയിടങ്ങളിലും കണ്ടുപോയിട്ടുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് വലിയ പുതുമ ഫീൽ ചെയ്യില്ല. എന്നിരുന്നാൽ തന്നെയും ഇതിൽ ചിലയിടങ്ങളിലൊക്കെ നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിൽ പലപ്പോഴും കേട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ആശ്വാസം ചിലപ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിൽ പലപ്പോഴും തോന്നിയേക്കാം. എന്നിരുന്നാൽ തന്നെയും അതിൻ്റെയൊക്കെ നീതിയെയും ന്യായത്തെയും എങ്ങനെയൊക്കെ മാറ്റിത്തിരിക്കുന്നു. ഒരു സമൂഹത്തിൽ ഒരൊറ്റ നിമിഷം മതി ഒരാൾ കുറ്റവാളിയാകാനും കുറ്റക്കാരൻ അല്ലാതായി മാറാനും ഒക്കെയുള്ള കാര്യങ്ങൾ. എന്തായാലും സത്യമേ ജയിക്കൂ എന്നുള്ള ഒരൊറ്റ കാര്യം എവിടെയെങ്കിലും എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത്. വളരെ ചെറിയൊരു കഥാപശ്ചാത്തലത്തിൽ ഈ സിനിമ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ അജ്മൽ അമീറിൻ്റെ ഒരു കംബാക്കാണ് ഈ സിനിമയിലേക്ക്. മാത്രമല്ല അതിഥി രവിയുടെ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം കൂടിയാണ് ഈ സിനിമയിൽ കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല പുള്ളിക്കാരിക്ക് നല്ലപോലെ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. പത്മകുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ സിനിമ നമ്മളിപ്പോൾ ജോസഫ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മുൻപാരോ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോസഫിനേക്കാൾ ഒരു പടി മുൻപിൽ നിൽക്കുന്ന ഒരു സിനിമയാണെന്ന്. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് സംസാരിക്കുന്ന ഒരു ഇമോഷണൽ ത്രില്ലർ എന്നുള്ള ഒരു സിനിമ കാറ്റഗറിയിൽ മാത്രം ഉൾപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് പത്താം വളവ്. പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സുരാജേട്ടൻ, ഇന്ദ്രജിത്ത്, അതിഥി രവി, കൺമണി തുടങ്ങിയവരുടെ കഥാപാത്രങ്ങൾ വളരെ ബെറ്റർ ആയിരുന്നു. ഇവർക്ക് തന്നെയാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നതും. ഒപ്പം നിസ്താർ അഹമ്മദിൻ്റെ കഥാപാത്രത്തിനും നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സോ ഈ വന്നു പോകുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും പെർഫോം ചെയ്യാനുള്ള സാധ്യത നല്ലതുപോലെ ഉണ്ടായിരുന്നു. അതെല്ലാം അവർ നന്നായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. കൺമണിയുടെ കാര്യമൊക്കെ എടുത്തു പറയണം. ആദ്യമായിട്ടൊരു സിനിമയിലേക്ക് വരുന്നൊരു കുട്ടിയാണ്, എന്നാലും അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സുരാജേട്ടൻ്റെ പെർഫോമൻസിനെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം ഇതിന് മുൻപാണെങ്കിൽ നമ്മൾ ആക്ഷൻ ഹീറോ ബിജുവിൽ കണ്ടിട്ടുണ്ട്, പേരറിയാത്തവർ എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ ലാസ്റ്റ് വന്ന ജനഗണമനയിൽ പോലും അദ്ദേഹത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. എന്തായാലും ഇതിലൊരു കുടുംബനാഥൻ്റെ കഥാപാത്രം അവതരിപ്പിക്കുന്ന അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ദ്രജിത്തിന്റെ ഒരു പെർഫോമൻസ് വളരെ ബെറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ തന്നെ കിട്ടിയ ഭാഗം വളരെ ബെറ്റർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാസിക ചെറിയൊരു കഥാപാത്രമായി സിനിമയിലെത്തുന്നു. അങ്ങനെ ഓരോരുത്തരും എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ചുകൂടെ നല്ല പെർഫോമൻസിന് സാധ്യത നല്ലപോലെ കിട്ടിയത് അതിഥിക്ക് തന്നെയാണ്. കാരണം പുള്ളിക്കാരിക്ക് ഒരുപാട് നാളുകളായിട്ട് കിട്ടുന്ന സിനിമകളിലെല്ലാം വന്നു പോകുന്ന ഒരു നായിക കഥാപാത്രം എന്നതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമയിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥാപാത്രവും അതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിന് ശേഷമുള്ളൊരു ഡയലോഗൊക്കെ തന്നെ ഭയങ്കര പഞ്ചുള്ളൊരു രീതിയായിരുന്നു. പുള്ളിക്കാരി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ സിനിമയുടെ ഒരു ടോട്ടൽ ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു സിനിമ എന്നതിനപ്പുറത്തേക്ക് ഭയങ്കര വലിയ സംഭവം ഒന്നും പറയാനില്ല. ഒരു തവണ നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടിരിക്കാവുന്ന ഒരു നല്ല സിനിമയാണ്. മാത്രമല്ല സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അജ്മൽ അമീറിന്റെ പെർഫോമൻസും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പുള്ളിക്കാരൻ ഒരുപാട് നാളുകളായിട്ട് മലയാള സിനിമയിലൊന്നും അങ്ങനെ വരാറില്ല. എനിക്കൊന്ന് 2 കൺട്രീസിൽ ഒരു ചെറിയ ക്യാരക്ടറായിട്ട് വന്നു. പിന്നീട് അങ്ങനെ ചെറിയ മുഖങ്ങളായിട്ട് വന്നിരുന്നു. എന്തായിരുന്നാലും ഈ സിനിമയിൽ അദ്ദേഹത്തിന് നല്ലൊരു റോളുണ്ട്. അത് അദ്ദേഹം നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ BGM, മ്യൂസിക് എല്ലാം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മളൊരു ഭയങ്കരമായൊരു ത്രില്ലർ പ്രതീക്ഷിക്കുന്നിടത്ത് ഒരു
ഫാമിലി ഇമോഷണൽ ത്രില്ലർ സിനിമ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യമായിട്ട് ഒരു തവണ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എന്തായിരുന്നാലും സിനിമയ്ക്ക് ഇൻ ഷോർട്ട് മല്ല് കൊടുക്കുന്ന റേറ്റിംഗ് 3/5 ആണ്. പത്മകുമാർ എന്ന സംവിധായകൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കര വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ എവിടെയൊക്കെയോ കണ്ട് പതിഞ്ഞ ഒരു കഥയുടെ മുഖം തന്നെയാണ് ഈ കഥയ്ക്ക് ഉണ്ടായിരുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ഈ സിനിമ ഭയങ്കര വലിയ സംഭവം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഒരു തവണ കണ്ടിരിക്കാവുന്ന മനോഹരമായൊരു ചിത്രം. കൂടുതൽ അഭിപ്രായങ്ങളൊന്നും സിനിമയെക്കുറിച്ച് പറയുന്നില്ല. സംഭവം തിയേറ്ററിൽ തന്നെ പോയി കാണുക. സംവിധായകൻ പത്മകുമാർ ഇനിയും കുറച്ചുകൂടി ശ്രദ്ധിച്ച് കൂടുതൽ ജോസഫിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന സിനിമകളുമായിട്ട് വരണമെന്നാണ് പ്രേക്ഷകർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അതുപോലുള്ള സിനിമകൾ ഇനിയും സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിലയിരുത്തുക. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ദുഷിപ്പിക്കുന്നില്ല. കൂടുതൽ റിവ്യൂസും റോസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും